ശബരിമല മേഖലയിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് നിലയ്ക്കൽ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വാഹനങ്ങളുടെ ഒരു നിരയുണ്ട്. 2 ലൈനായിട്ടാണ് ഇവിടെ വാഹനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ വലതുവശത്ത് കാണുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ സംഗമത്തിൻ്റെ പ്രതിനിധികളായി വന്നു ചേരുന്ന ആളുകൾക്ക് ഉള്ളതാണ്. മറു സൈഡിലായി വരുന്നത് തീർത്ഥാടക വാഹനങ്ങളാണ്. 2 തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ട്. തീർത്ഥാടക വാഹനങ്ങൾ കടത്തിവിടുന്നു, പക്ഷേ അവയ്ക്കൊന്നും തന്നെ പമ്പയിൽ പാർക്കിംഗ് ഇല്ല. അതേസമയം വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന പ്രതിനിധികൾക്കായിട്ടുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പമ്പയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാസ് ഇവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ പ്രത്യേക ക്ഷണിതാക്കൾ, VVIP കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്നിവർക്കൊക്കെ തന്നെ ഇവിടെ പാസുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് തന്നെ വാഹനത്തിൽ എത്തുന്ന ആളുകൾക്ക് പാസ് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ കൂടുതൽ പരിഗണനയോടുകൂടി അവർക്ക് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് ഉള്ളത്. വാഹനങ്ങളുടെ വലിയ തോതിലുള്ള പാർക്കിങ്ങിനുള്ള സൗകര്യം പമ്പയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പാർക്കിംഗ് ഏരിയ ഫില്ലാകുന്നതോടുകൂടി മാത്രമായിരിക്കും ഇവിടെ വാഹനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുക. പോലീസിൻ്റെ വലിയ സന്നാഹം നമുക്കിവിടെ കാണാൻ സാധിക്കും. പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ പോലീസ് അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയ വാഹനങ്ങളുടെയും കടന്നുപോയ പ്രതികളുടെയൊക്കെ എണ്ണം പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ 200-ന് ഏറെ പ്രതിനിധികൾ കടന്നു പോയിരിക്കുന്നു. ആലങ്ങാട്ട് സംഘം എത്തി കടന്നു പോയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില MLA-മാർ കടന്നു പോയിട്ടുണ്ട്. അടുത്ത 2 മണിക്കൂർ സമയം കൊണ്ട് കൂടുതൽ ആളുകൾ എത്തിച്ചേരും. കാരണം 9:30-ക്ക് മുൻപായി പരമാവധി ആളുകൾക്ക് അവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള നിർദ്ദേശം. അതിനാൽ തന്നെ പരമാവധി പേർ കഴിഞ്ഞ രാത്രിയിലൊക്കെ തന്നെ ദീർഘദൂര യാത്ര കഴിഞ്ഞിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻട്രി പോയിന്റുള്ള നിലയിൽ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ കൂടുതൽ ആളുകൾക്ക് കടന്നുപോയി പ്രതിനിധി സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടുന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മന്ത്രിമാരടക്കമുള്ളവർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിലാൽ സംസാരിക്കുന്ന സമയത്ത് അതുവഴി കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ വാഹനങ്ങളും പ്രത്യേക പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത ശേഷമായിരിക്കും ഈ പന്തലിലേക്ക് പോകുക, അല്ലേ? അതെ, VVIP പരിഗണനയിലുള്ള ആളുകൾക്കും പ്രത്യേക ക്ഷണിതാക്കളുടെ ഉള്ള വാഹനത്തിനുള്ള പ്രത്യേക പാർക്കിംഗ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ പ്രതിനിധികളായി എത്തിയിട്ടുള്ള ആളുകളുടെ വാഹനങ്ങളും കടത്തിവിടുന്നുണ്ട്. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഫില്ലാകുന്നതോടുകൂടി പിന്നീട് എത്തുന്ന വാഹനങ്ങൾക്ക് അവിടെ പ്രതിനിധികൾ ഇറക്കിയ ശേഷം തിരികെ നിലയ്ക്കലിലെത്തി പാർക്ക് ചെയ്യേണ്ട സ്ഥിതി വരും. നിലവിൽ ഏറെക്കുറെ 1000-നടുത്ത് വാഹനങ്ങൾക്ക് പ്രത്യേക പരിഗണനയോടുകൂടി അവിടെ പാർക്കിങ്ങിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് ഹിൽ ടോപ്പിൽ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങളെക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിലവിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്കിംഗ് ഇല്ല. അവർ തീർത്ഥാടകരെ പമ്പയിൽ ഇറക്കിയ ശേഷം തിരികെ നിലയ്ക്കലിലെത്തി വാഹനം പാർക്ക് ചെയ്യണം. അതുതന്നെയാണ് ഈ കഴിഞ്ഞ ഇന്നലെ മുതൽ ഉള്ള ക്രമീകരണം അങ്ങനെയാണ്. അതേസമയം സാധാരണ ദിവസങ്ങളിലൊക്കെ തന്നെ എത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക്, അതായത് ചെറിയ വാഹനങ്ങൾക്ക് 7 പേർ വരെയുള്ള 13 പേർ വരെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് പമ്പയിലെത്തി പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് തീർത്ഥാടക വാഹനങ്ങൾക്ക് ഏതിനും പമ്പയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം എത്തിച്ചേരുന്ന അംഗങ്ങളായിട്ടുള്ള പ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ വാഹനങ്ങൾക്കാണ് പ്രത്യേക പരിഗണന നൽകിയിട്ടുള്ളത്. തീർത്ഥാടനത്തെ യാതൊരു തരത്തിലും അല്ലെങ്കിൽ തീർത്ഥാടകരെ യാതൊരു തരത്തിലും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളോ ക്രമീകരണങ്ങളോ ബാധിക്കുക ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണം വന്നു ചേർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ നടപടികളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണ പരിധിയിലേക്ക് വരുന്നതാണ്. നമ്മുടെ ഇപ്പോൾ കടന്നുപോയ ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ എത്രത്തോളം പ്രതിനിധികൾ വന്നിട്ടുണ്ടാവും? ഏകദേശം നോക്കണം, കൃത്യമായിട്ട് അറിയില്ല. ഏകദേശം 10 പേര് പോയിട്ടുണ്ടാവും. ഏകദേശം എന്തായാലും 1000-ായിട്ടുണ്ടാവും. 1000-നടുത്ത ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സ്പെഷ്യൽ ഇൻവൈറ്റീവ് പാസ്, അതോടൊപ്പം തന്നെ ഡെലിഗേറ്റ് പാസ് ഒക്കെ തന്നെ ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളടക്കമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ രാത്രി തന്നെയാണ് ഈ കൗണ്ടർ സജ്ജീകരിച്ച് അതിനാവശ്യമായ ആളുകളെ നിയോഗിച്ച് ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുള്ളത്. എന്തായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എൻട്രി പോയിന്റ് എന്നുള്ള നിലയിൽ ഏറെക്കുറെ 9 മണിയോടുകൂടി പരമാവധി ആളുകൾ ഈ എൻട്രി പോയിന്റ് കടന്ന് പിന്നീടുള്ള 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പമ്പയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.